എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം എന്താ, ചട്ടിയും കലവുമാകുമ്പോൾ തട്ടി മുട്ടി എന്നൊക്കെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്ന പോലെ ഓരോ ജീവിതത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എങ്കിലും അവിടെ അകത്തളങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാനടക്കമുള്ള നമ്മളിൽ പല ആളുകളും നമ്മുടെ ജീവിതത്തിന് മറ്റുള്ള ആളുകളുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലേ? ചില ആളുകളുടെ ജീവിതം കണ്ടിട്ട്, ഓ, അവര് ജീവിതത്തിൽ എന്ത് സന്തോഷമുള്ളവരാണ്, അവരുടെ ജീവിതം കണ്ടില്ലേ, എപ്പോഴും അടിച്ചുപൊളി ജീവിതമാണ്, എന്നും സന്തോഷമാണ്, അവരെന്ത് ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മൾ അവരുടെ ജീവിതം കാണുന്നത് ചിലപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പുറമെ കാണുന്ന ജീവിതത്തിലായിരിക്കും, അല്ലെ? അവർ നല്ല സന്തോഷിക്കുന്നുണ്ട്, കളിച്ച് ചിരിച്ച് ജീവിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് അത് നമ്മൾ കാണുന്നില്ല, അത് നമ്മൾ കാണാൻ ശ്രമിക്കുന്നുമില്ല. എന്നാൽ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ന്യൂസ് ചാനലിലെ അവതാരകൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. ഏത് ന്യൂസ് ചാനലെന്നോ ആരാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അത് കേട്ടതായിട്ട് ഓർമ്മ വരും. അദ്ദേഹം പറയുന്ന ഉദാഹരണം ഇങ്ങനെയാണ്. അതായത്, ഒരു കാക്ക ഒരു ദിവസം ഒരു അരയന്നത്തിനെ കാണുകയാണ്. അരയന്നം എന്ന് പറയുമ്പോൾ നല്ല വെളുത്തിട്ട് നല്ല സ്റ്റൈലുള്ള ഒരു ജീവിയാണ്. ഇത് കാണുമ്പോൾ ഈ കാക്ക വിചാരിക്കുകയാണ്, ആ അരയന്നം എന്ത് സന്തോഷത്തിലാണ്, കാരണം കാണാൻ നല്ല വെളുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ജീവിയാണ്, ആ അരയന്നം നല്ല സന്തോഷത്തിലായിരിക്കും, അല്ലെ? എന്ന് വിചാരിച്ചിട്ട് ഈ കാക്ക അരയന്നത്തോട് പോയി ചോദിക്കുകയാണ്, നീ നല്ല സന്തോഷത്തിലാണല്ലേ, കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ നല്ല സന്തോഷത്തിലാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അരയന്നം പറയുന്നത്, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഞാൻ ഒരു ദിവസം ഒരു തത്തയെ കണ്ടു. തത്ത എന്ന് പറയുമ്പോൾ രണ്ട് കളറുള്ള, ഈ പച്ചയും ചുവപ്പൊക്കെ കളറുള്ള ജീവിയാണല്ലോ തത്ത എന്ന് പറയുന്നത്. ആ തത്തയെ കണ്ട് അന്നു മുതൽ എനിക്ക് മനസ്സിലായി, ഞാനല്ല ഏറ്റവും സ്റ്റൈലുള്ളത്, ആ തത്തയാണ് എന്ന്. അപ്പൊ ആ തത്തയാണ് ഏറ്റവും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന പക്ഷി എന്ന്. അങ്ങനെ ഈ കാക്ക ഈ തത്തയുടെ അടുത്ത് പോവുകയാണ്. തത്തയുടെ അടുത്ത് പോയിട്ട് തത്തയോട് ചോദിക്കുന്നു, നീയാണ് ഏറ്റവും നല്ല സന്തോഷമുള്ള ജീവിയല്ലേ, കാരണം വർണ്ണങ്ങളായിട്ട് നിന്നെ കാണാൻ എന്ത് സ്റ്റൈലാണ്, ആളുകളൊക്കെ നിന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തത്ത പറയാണ്, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷേ ഞാനൊരു ദിവസം മയിലിനെ കണ്ടു. മയിലിന് പല വർണ്ണങ്ങളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഞാനല്ല ഏറ്റവും സ്റ്റൈലുള്ളത്, മയിലാണ് എന്ന്. അങ്ങനെ ഇതും കേട്ടിട്ട് കാക്ക മയിലിന്റെ അടുത്ത് പോകാൻ. മയിലിന്റെ അടുത്ത് കാക്ക പോയത് ഒരു സൂവിലേക്കാണ്, അതായത് കൂട്ടിലടക്കപ്പെട്ട ഒരു മയിലിന്റെ അടുത്തേക്കാണ്. ആ മയിലിനോട് കാക്ക ഈ കാര്യം പറയാണ്. ഇവിടെ ഒക്കെ നടന്ന കാര്യങ്ങൾ മയിലിനോടും പറയാണ്. നീയാണ് ഏറ്റവും ഭംഗിയുള്ള പക്ഷി, നിന്നെ കാണാൻ എത്ര ആളുകളാണ് വരുന്നത്, നിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് എത്ര ആളുകളാണ്, അപ്പോ നീ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ മയില് പറയുന്നത്, അതൊക്കെ ശരിയാണ്, എന്നെ കാണാൻ നല്ല ഭംഗിയാണ്, എന്നാൽ എന്നെപ്പോലെയുള്ള മയിലുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടിലടക്കപ്പെട്ടിട്ടാണുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടിലടക്കപ്പെട്ടിട്ട് മനുഷ്യന്മാർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കാഴ്ച വസ്തുവായിട്ട് നിർത്തിയിട്ടാണുള്ളത്. ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാതന്ത്ര്യമായി നടക്കാനുള്ള അവകാശമുള്ളത് കാക്കയാകുന്ന നിനക്കാണ്. അപ്പൊ ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കുന്ന ജീവി ഏതാ? കാക്കയാണ് ഞാൻ കണ്ടെടുത്തോളം. ഇത് കാക്കയോട് പറഞ്ഞപ്പോൾ കാക്ക ഇങ്ങനെ ആലോചിക്കുകയാണ്, സംഭവം ശരിയാണല്ലോ, എന്നെ ആരും കൂട്ടിലടക്കപ്പെട്ടിട്ടില്ല, എന്നെ ആരും കൂട്ടിലടക്കൂല്ല, എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ടും ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാളും സ്വാതന്ത്ര്യമുള്ള, എന്നെക്കാളും സന്തോഷത്തിൽ ജീവിക്കുന്നവർ മറ്റുള്ള ആളുകൾ എന്നാണ്. എന്നാൽ അത് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് കാക്കക്ക് മനസ്സിലാവുകയാണ്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ്, മറ്റുള്ള ആളുകൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുകയാണെന്ന്. എന്നാൽ അതൊക്കെ തെറ്റാണ്. അങ്ങനെയല്ല. പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം എന്താ, ചട്ടിയും കലവുമാകുമ്പോൾ തട്ടി മുട്ടി എന്നൊക്കെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്ന പോലെ ഓരോ ജീവിതത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എങ്കിലും അവിടെ അകത്തളങ്ങളിൽ
പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തരുമാറാവട്ടെ. പരസ്പര ഭിന്നിപ്പില്ലാത്ത നല്ല നിലയിലുള്ള ജീവിതമാക്കി തരുമാറാവട്ടെ. എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.